അപ്പോൾ ഇന്നത്തെ താരം ഇതാണ് കേട്ടോ. പൊട്ടുവെള്ളരി, കക്കരി എന്നൊക്കെ ഇതിനെ പറയും. ഇത് മൂത്ത് പാകമായി എന്ന് മനസ്സിലാകുന്നത് ഇതുപോലെ ഇങ്ങനെ പൊട്ട് വീഴുമ്പോഴാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിന് പൊട്ടുവെള്ളരി എന്ന് പറയുന്നത്. ഇത് കൂടുതലായി കണ്ടുവരുന്നത് കൊടുങ്ങല്ലൂർ ഭാഗത്താണ്. വേനൽ സമയത്ത് ആ ഭാഗങ്ങളിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് റോഡ് സൈഡിൽ കുറേ കടകളും അതുപോലെ ജ്യൂസ് അടിച്ചൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. പൊട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ കൈ കൊണ്ട് തന്നെ നമുക്കിങ്ങനെ പറിച്ചെടുക്കാം. അതുപോലെ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. ഇതിൻ്റെ സ്കിന്നെന്ന് പറയുന്നത് നേർത്ത സ്കിന്നാണ്. അത് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ സ്കിന്നൊക്കെ മാറ്റിക്കഴിഞ്ഞ് മിക്സിയുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് കൈ കൊണ്ട് തന്നെ മാഷ് ചെയ്തിട്ട് അതിലേക്ക് ശർക്കര ഉരുക്കി ഒഴിച്ച് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ജ്യൂസ് നല്ല ഹെൽത്തി ജ്യൂസ് റെഡിയാണ് കേട്ടോ. ഈ പൊട്ടുവെള്ളരിയിൽ 90% വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു നല്ല ഹെൽത്തി ജ്യൂസാണ് കേട്ടോ. നമ്മൾ മധുരത്തിന് പകരം ശർക്കര നീരാണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലൊരു കൂളൻ്റാണ്. ഈ കൊടും ചൂടത്ത് ഈ ജ്യൂസൊക്കെ കുടിച്ചാൽ നമുക്കൊരു നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. അതുപോലെ നല്ലൊരു ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടിയാണ്. ഇപ്പോൾ ഡയറ്റ് ചെയ്യണവർക്കും ഒക്കെ ആയിട്ട് നല്ലൊരു ഗിൽട്ട് ഫ്രീ ഡ്രിങ്കായിട്ട് ഇത് കുടിക്കുക. പല ഏരിയയിൽ പല രീതിക്കാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്.